ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്തായിരുന്നു മിൻ ടേംസ് അല്ലേ, അതിൻ്റെ കാര്യങ്ങൾ, സം ഓഫ് പ്രൊഡക്റ്റ് ഫോം, മിൻ ടേംസ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളല്ലേ പഠിച്ചേ? ആണോ ആയിരുന്ന പിള്ളേരെ? ശരി. അപ്പം അതിനകത്ത് ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതിനകത്തൊന്നും ഇങ്ങനെ വരാൻ ചാൻസ് ഉള്ള രീതിയിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പറയുവാണ്, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ പറഞ്ഞിരുന്നു, നമ്മുടെ മിൻ ടേംസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്, ഒരു എക്സ്പ്രഷൻ തരുവാണ്, പരീക്ഷയ്ക്ക് ഒരു എക്സ്പ്രഷൻ തരുവാണ്, ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഫോം ആൻഡ് ഇംപ്ലിമെന്റ് ദ സർക്യൂട്ട്. ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് ഫോം ആൻഡ് ഇംപ്ലിമെന്റ് ദ സർക്യൂട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് തന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് y, ഒരു ഫംഗ്ഷൻ, എന്തൊരു ഫംഗ്ഷൻ y ഇസ് ഈക്വൽ ടു സിഗ്മ എം 3, 5, 6, 7. ഇതിന്റെ മീനിങ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഇതിന്റെ മീനിങ് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ മീനിങ് അറിഞ്ഞ് നമ്മൾ പോയെങ്കിലേ നമുക്ക് എല്ലാം എളുപ്പമായിരിക്കും. ഈ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞേ, ഈ എഴുതിയ എക്സ്പ്രഷന്റെ എന്താ മീൻ ചെയ്യുന്നത്? ആരെങ്കിലും ഒരു എക്സ്പ്രഷൻ y is equal to sigma m 3, 5, 6, 7 എന്തുവാണ്? ആർക്കും ഓർമ്മയില്ലേ? കാർത്തിക എന്താ പറഞ്ഞത്? M3 plus M5 plus M6 plus M7. ശരി, കറക്റ്റ് ആണ്. ഈ ഓരോ 3, 5, 6, 7 അല്ലെ നീ പറഞ്ഞ പോലെ M3 പ്ലസ് M5 പ്ലസ് M6 പ്ലസ് M7 എന്ന് പറഞ്ഞാലേ അത് ഓരോന്നും എന്തുവാ? M3, M5, M6, M7 എന്തുവാ? ദേ ആർ കോൾഡ് Min terms. മിൻ ടേംസ്. അതായത് നമുക്കിപ്പോ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് 4 മിൻ ടേംസ് പറഞ്ഞിട്ടുണ്ട്. M3 ഉണ്ട്, M5 ഉണ്ട്, M6 ഉണ്ട്, M7 ഉണ്ട്. ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്തേക്കുവായോണ്ടാണ് നമ്മൾ എന്ത് സിമ്പിൾ ഉപയോഗിച്ചേ? സിഗ്മ. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തേക്കുവാണ്. ആഡ് ചെയ്യുക. ഇൻ അതർ വേർഡ്സ് അത് ഏത് ഗേറ്റ് ആണ്? ഓർ എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ആഡ് ആണ്, ഇൻ അതർ വേർഡ്സ് എന്തുവാണ്? ഓർ. അപ്പോ ഈ ഫംഗ്ഷൻ y എന്ന് പറയുന്ന സാധനം ഇത് എപ്പോഴാ ട്രൂ ആവുന്നേ? ഇതിന്റെ വാല്യൂ എപ്പോഴാ 1 ആവുന്നേ? ട്രൂ അല്ലെങ്കിൽ 1 ആവുന്നത്. ഈ ഫംഗ്ഷൻ ട്രൂ ആവുന്ന എപ്പോഴാ? ഏതെങ്കിലും ഒരു വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ, അതായത് നമ്മുടെ എക്സ്പ്രഷനിൽ ഏതെങ്കിലും ഒരു വാല്യൂ 1 ആവുമ്പോഴാണ് നമ്മുടെ എന്ത് ട്രൂ ആവുന്നത്? എക്സ്പ്രഷൻ ട്രൂ ആവുന്നത്. മനസ്സിലായോ? ശരിയാന്നേ? അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ശരി, നമുക്ക് ഇനി ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമുക്കുള്ള എന്തൊക്കെ വേരിയബിൾസ് ഉണ്ടോ ആ വേരിയബിൾസ് എല്ലാം നമ്മുടെ എക്സ്പ്രഷനിൽ വരുവാണെങ്കിൽ, ഓരോരോ ടേമിലും ആ വേരിയബിൾസ് എല്ലാം വരുവാണെങ്കിലാണ് നമ്മൾ അതിന് ഏത് ഫോം എന്ന് വിളിച്ചത്? സ്റ്റാൻഡേർഡ് ഫോം എന്ന് വിളിച്ചാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്തോ അറിയണം? എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് അറിയണ്ടേ? എത്ര വേരിയബിൾസ് ഉണ്ടെന്ന് അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് ഓരോ ടേമിലും എല്ലാ വേരിയബിൾസ് ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അതറിയാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത്രേ ഉള്ളൂ. നമ്മുടെ ഈ തന്നേക്കുന്ന എക്സ്പ്രഷനകത്ത് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഓഫ് മിൻ ടേം എത്ര? ലാർജസ്റ്റ് വാല്യൂ എത്രയാ? 7 അല്ലേ? ആണോ? 3, 5, 6, 7 ലാർജസ്റ്റ് വാല്യൂ എത്രയാ? 7 അല്ലേ? 7നെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് മിനിമം എത്ര വേരിയബിൾസ് വേണം? 7 എന്ന് പറഞ്ഞ ഡെസിമൽ വാല്യൂ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് മിനിമം എത്ര വേരിയബിൾസ് വേണം? എത്രയാണ്? പറഞ്ഞേ. 7 എന്ന് പറയുന്ന വാല്യൂ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ മിനിമം എത്ര വേരിയബിൾ വേണം എനിക്ക്? 3 ആണോ എന്നല്ല, 3 ആണ്. കാരണം എന്താ? എനിക്ക് 2 വേരിയബിൾ ഉണ്ടെങ്കിൽ എത്ര വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 4 വേരിയബിൾസ്, 2 വരെ, അതായത് 4 വേരിയബിൾസ് റെപ്രസെന്റ് ചെയ്യാം. 3 വേരിയബിൾ ഉണ്ടെങ്കിൽ 2 8, 0 to 7 വരെ റെപ്രസെന്റ് ചെയ്യാം. 4 വേരിയബിൾ ഉണ്ടെങ്കിൽ 2 16, 0 to 15 വരെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ഇവിടെ 7 അല്ലേ ഉള്ളൂ മാക്സിമം. അപ്പൊ 7നെ വരെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര ബിറ്റ് മതി? 3 ബിറ്റ് പോരെ? 3 ബിറ്റുള്ള വാല്യൂ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര റെപ്രസെന്റ് ചെയ്യാം? 0 മുതൽ 7 വരെ റെപ്രസെന്റ് ചെയ്തൂടെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണ്, എന്റെ y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇത് എത്ര ബിറ്റ് വേരിയബിൾ ആണ്? 3 ബിറ്റ് അല്ലെങ്കിൽ 3 വേരിയബിൾ ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ് എന്ന് പറയാ. ആ വേരിയബിൾ ഞാൻ ഒരു പേരും കൊടുത്തു, ABC. ABC തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? PQR അല്ലെങ്കിൽ XYZ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. 3 വേരിയബിൾ ഉണ്ടെന്ന് മനസ്സിലായോ? എങ്ങനെയാ 3 എന്നുള്ള വാല്യൂ മനസ്സിലായോ? എങ്ങനെയാ 3 എന്ന് പറഞ്ഞ വാല്യൂ വന്നേന്ന്? ഇനി ഫോർ എക്സാമ്പിൾ ഈ മിൻ ടേംസിന്റെ കൂടെ ഒരു 10, 11 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ 3, 5, 6, 7, 11 എന്നായിരുന്നെങ്കിലോ?
എത്ര വേരിയബിൾ വന്നേനെ? 4. 4. കാരണം എന്താ, എനിക്ക് 11 റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ മിനിമം എത്ര വേരിയബിൾ വേണം? 4 ബിറ്റ് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. കാരണം 15 വരെയുള്ള വാല്യൂ പോയെങ്കിലല്ലേ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? 11 കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കൺസെപ്റ്റ്? അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ 7 വരെ ഉള്ളതുകൊണ്ട് എനിക്ക് 3 ബിറ്റ് മതി. ആ 3 വേരിയബിളിന് ഞാൻ ഒരു പേര് കൊടുത്തു, എ എന്നും ബി എന്നും സി എന്നും. അങ്ങനെയാണെങ്കിൽ എന്റെ മിൻ ടേംസ് ഏതൊക്കെയാ? M3, M5, M6, M7 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? M3 3യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ എത്രയാ? 3 ബിറ്റ്. 3യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി വാല്യൂ എത്രയാ? 0, 1, 1 പ്ലസ് M5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ M5 എന്ന് പറഞ്ഞാൽ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി വാല്യൂ എത്രയാ? പറഞ്ഞേ. 5ന്റെ എല്ലാം കാണാൻ പഠിച്ചു വെച്ചേക്കണം. 101 പ്ലസ് 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 110. 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 111. 1. മനസ്സിലായോ? അപ്പൊ 011, 101, 110, 111 ഇത് ഏത് വേരിയബിൾ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് വെച്ചിട്ട്. അപ്പോ 011 എന്ന് പറഞ്ഞാൽ ഇത് എയുടെ പോർഷൻ, ഇത് ബിയുടേത്, ഇത് സിയുടേത്, അങ്ങനെ 3 വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ എക്സ്പ്രഷൻ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? 0 വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളേ? ബാർ ഇട്ട് കൊടുക്കണം. അപ്പൊ എന്തോ വരും അവിടെ? ഞാൻ എ ബാർ എന്താ വരും? എ ബാർ BC. ബി സി പ്ലസ് ഇതെന്തോ വരും? 101 എങ്ങനെ വരും? വല്ല പറഞ്ഞു. A B bar C. എ ബി ബാർ സി പ്ലസ് 110 A B C bar. എ ബി സി ബാർ പ്ലസ് A B C. എ ബി സി. ഇപ്പൊ നോക്കിക്കേ, നമുക്ക് 3 വേരിയബിൾ ഉണ്ട്. നമ്മുടെ എല്ലാ ടേമിലും ആ 3 വേരിയബിൾ ഉണ്ടല്ലോ. അപ്പൊ ഇത് ഏത് ഫോർമാറ്റിലാ? Standard. ആണോ? സ്റ്റാൻഡേർഡ് SOP ഫോമിലാണോ? മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ എങ്ങനെ എഴുതിയത് മനസ്സിലായോ? ഇതാണ് എന്റെ കൺസെപ്റ്റ്. അപ്പൊ അതിൽ എന്റെ മിൻ ടേംസ് ഇതൊക്കെയാണ്. ആ മിൻ ടേംസിൽ ലാർജസ്റ്റ് വാല്യൂ ഇതാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ടോട്ടൽ നമ്പർ ഓഫ് എനിക്ക് എത്ര വേരിയബിൾസ് വരെ 3 വേരിയബിൾസ് മതി മനസ്സിലായി. അപ്പൊ അതിനെ ഇതിപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ 011 എഴുതുന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി വിചാരിച്ചാലും മതി, എഴുതണമെന്നില്ല. 3 011 അപ്പൊ എ ബാർ ബി സി, 5 101 അപ്പൊ എ ബി ബാർ സി, 6 110 എ ബി സി ബാർ, 7 എ ബി 111 എ ബി സി, അങ്ങനെ എഴുതിയാലും മതി. മനസ്സിലായോ ഞാൻ എങ്ങനെ എഴുതിയെന്ന്? അതാണ് സ്റ്റാൻഡേർഡ് SOP ഫോം. ഇംപ്ലിമെന്റേഷൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത് ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് ചെയ്യാം. കാരണം നിങ്ങൾ ഗേറ്റ്സിനകത്ത് കുറച്ചുകൂടെ ഇതായിക്കോട്ടെ. വേറൊരു ക്വസ്റ്റ്യൻ ഈ രീതിയിലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ട്രൂത്ത് ടേബിൾ തരുക. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റിനകത്ത് ഒരു ട്രൂത്ത് ടേബിൾ തരുക. എ ബി സി വൈ, ഇത് 3 ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. ഇങ്ങനത്തെ നിങ്ങൾക്ക് ഒരു ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, എ ബി സി എന്ന് പറയുമ്പോൾ എത്ര പോസിബിൾ കോമ്പിനേഷനാ? എയും ബിയും സിയും ഉണ്ടെങ്കിൽ എത്ര പോസിബിൾ കോമ്പിനേഷൻ ഉണ്ട് എനിക്ക്? 2�3, 8. 0 മുതൽ 7 വരെയുള്ള 8 പോസിബിൾ കോമ്പിനേഷൻസ്. 000, 001, 010, 011, 100, 101, 110, 111 ഇങ്ങനെയുള്ള 8 പോസിബിൾ കോമ്പിനേഷൻ എനിക്കുണ്ട്. എന്റെ പരീക്ഷയ്ക്ക് തരുന്ന ക്വസ്റ്റ്യൻ ആയത്. എന്നിട്ട് എനിക്ക് തരുന്ന 0110101 ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ട്രൂത്ത് ടേബിള്, ഇങ്ങനെ ഒരു ട്രൂത്ത് ടേബിള് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുന്നു. എന്നിട്ട് പറയുവാണ് ഫൈൻഡ് ദി സ്റ്റാൻഡേർഡ് SOP ഫോം. ഇങ്ങനെ ഫൈൻഡ് ദി സ്റ്റാൻഡേർഡ് SOP ഫോം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തരുവാണെങ്കിൽ ഈ ഒരു ട്രൂത്ത് ടേബിളിൽ നിന്ന് ഇപ്പൊ നമ്മൾ ട്രൂത്ത് ടേബിൾ ഇതൊരു എക്സ്പ്രഷൻ, ഇതൊരു ഫോം ഓഫ് റെപ്രസെന്റേഷൻ ആയിരുന്നു. സിഗ്മ M 3567. അതേപോലെ തന്നെ ഒരു ഫോം ഓഫ് റെപ്രസെന്റേഷൻ ആണ് ഈ ട്രൂത്ത് ടേബിൾ. ഈ ട്രൂത്ത് ടേബിളിനകത്തുനിന്ന് എനിക്ക് എങ്ങനെ ചെയ്യാം? ഈ ട്രൂത്ത് ടേബിളിൽ എനിക്ക് എന്ത് മനസ്സിലാക്കാം? എന്തൊക്കെ കാര്യങ്ങൾ ഈ ട്രൂത്ത് ടേബിളിൽ എനിക്ക് മനസ്സിലാക്കാം? ഈ ട്രൂത്ത് ടേബിളിനകത്തുനിന്ന് നമുക്ക് എത്ര വേരിയബിൾ ഉള്ള എക്സ്പ്രഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഹലോ, എത്ര വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പിള്ളേരെ പറ്റും സർ. എത്ര എണ്ണമാണ്? 3 ABC. പിന്നെന്തൊക്കെ മനസ്സിലാക്കാം? ഔട്ട്പുട്ട് എപ്പോഴൊക്കെ ട്രൂ ആവുന്നു എന്ന് മനസ്സിലാക്കാം ഇല്ലേ?
അല്ലെങ്കിൽ ഔട്ട്പുട്ട് y ഫംഗ്ഷൻ എപ്പോഴൊക്കെ ട്രൂ ആവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആക്കാൻ പറ്റുമോ? എവിടൊക്കെ ഔട്ട്പുട്ട് 1 ആവുന്നേ, ട്രൂ ആവുന്നേ? ഇവിടെ ഔട്ട്പുട്ട് 1 ആവുന്നുണ്ട്, ഇവിടെ ഔട്ട്പുട്ട് 1 ആവുന്നുണ്ട്, ഇവിടെ ഔട്ട്പുട്ട് 1 ആവുന്നുണ്ട്, ഇവിടെ ഔട്ട്പുട്ട് 1 ആവുന്നുണ്ട്. ഈ ഔട്ട്പുട്ട് 1 ആകുന്ന വേരിയബിൾസിന്റെ കോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മിൻ ടേംസ്. ആണോ? അപ്പൊ ഈ 4 ഇൻസ്റ്റൻസിലാണ് നമ്മുടെ എന്ത് ഔട്ട്പുട്ട് ട്രൂ ആവുന്നത്. ആണോ? അത് ഏതൊക്കെ സമയത്താ? ഒന്നിവിടെ, 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 ഒന്നിവിടെ. ശരിയാണോ? ആണോ? 0 1 0. 0 1 0 അതേത് മിൻ ടൈം അപ്പം? 0 1 0 0 1 2 0 1 0 ഏത് മിൻ ടൈമാ? M2. M2. 0 1 1 ഏത് മിൻ ടൈമാ? M3. 0 1 1. M3. 1 0 1 ഏത് മിൻ ടൈമാ? M5. M5. ശരി. 1 1 1 M7. M7. Which means നമ്മുടെ എക്സ്പ്രഷൻ ട്രൂ അല്ലെങ്കിൽ 1 ആവുന്നത് ഏതൊക്കെ മിൻ ടൈംസിന്റെ കേസിലാ? M2, M3, M5, M7. ഇതിൽ ഏതെങ്കിലും എക്സ്പ്രഷൻ M2ഓ M3ഓ M5ഓ M7ഓ വന്നാൽ എന്റെ എന്ത് ട്രൂ ആവുന്നുണ്ട്? എക്സ്പ്രഷൻ ട്രൂ ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേറെ ഏത് രീതിയിൽ എഴുതാം? y എപ്പോഴൊക്കെ ട്രൂ ആവുന്നുണ്ട്? എന്തൊക്കെ വരുമ്പോഴാ? M2 അല്ലെങ്കിൽ M3 അല്ലെങ്കിൽ M5 അല്ലെങ്കിൽ M7 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ സിഗ്മ M 2 3 5 7 എഴുതിക്കൂടെ? എഴുതാമോ? മനസ്സിലായോ? ഇനി ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണമെങ്കിൽ എന്തോ ചെയ്താൽ മതി? y എത്ര വേരിയബിളാ? എ ബി സി. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുന്ന എന്തൊക്കെയാ? ഏതൊക്കെയാ? 0 1 0 0 1 1 1 0 1 1 1 1. അപ്പൊ എന്തൊക്കെ വരും? M2ന്റെ 0 1 0 എങ്ങനെ വരും സ്റ്റാൻഡേർഡ് ഫോം? 0 1 0 സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെ വരും? 0 1 0 A dash B C dash. 0 1 0 പ്ലസ് 3 വരുമ്പം 0 1 1 A dash B C. B C പ്ലസ് 5ന്റെ 1 0 1 A B dash C പ്ലസ് 1 1 1 A B C. സ്റ്റാൻഡേർഡ് ഫോം ആണോ? സ്റ്റാൻഡേർഡ് ഫോം ആണോ? മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ എഴുതിയെന്ന്? ഉണ്ടോ? മനസ്സിലായോ? നമ്മൾ എങ്ങനെയാ സ്റ്റാൻഡേർഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? മനസ്സിലായോ? ആയ പിള്ളേരെ, സിജിനെ മനസ്സിലായോടാ? സിജിമോനെ മനസ്സിലായോടാ? മനസ്സിലായി. കുറച്ച് മനസ്സിലായെന്ന് പറയാൻ വന്നവനാ. എന്തോ എനിക്ക് മനസ്സിലാവാത്തെ? എന്തോടാ എനിക്ക് മനസ്സിലാവാത്തെ? മറ്റേ ഇത് ആക്കുന്നു മറ്റേ സാറേറ്റിന് ലാസ്റ്റ് പറഞ്ഞില്ലേ? അതോ ഞാൻ പറഞ്ഞുതരാലോ. നമുക്ക് ഒരു 3 വേരിയബിൾ ഉള്ളൊരു, നീ ശ്രദ്ധിച്ചോളൂ, ഒരു 3 വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. എയും ബിയും സിയും. ഇതിന് എത്ര പോസിബിൾ കോമ്പിനേഷൻ ഉണ്ട്? ഏതൊക്കെ കോമ്പിനേഷൻ വരാം? 0 0 0 തൊട്ട് 1 1 1 വരെയുള്ള കോമ്പിനേഷൻ ആവാൻ ചാൻസ് ഉണ്ടല്ലോ. ഉണ്ടോ സുജിനെ? ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര? 2⁻³ അല്ലെങ്കിൽ 8 0 to 7 വരെ. ഏതൊക്കെയാ അപ്പം? 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഇത്രയും പോസിബിൾ കോമ്പിനേഷൻ ആണോ? ഇതല്ലയോ നമുക്ക് വരാൻ ചാൻസ് ഉള്ള കോമ്പിനേഷൻ ആണല്ലോ. സംശയമൊന്നുമില്ലേ? 0യുടെ അർത്ഥം എയുടെ ബാർ ആണെന്നാണ്. 0 കിടക്കുന്നെങ്കിൽ അർത്ഥം എയുടെ ബാർ ആണെന്നും 1 ആണെങ്കിൽ ബാർ ഇല്ലെന്നുമാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 0 0 0 എന്ന് പറഞ്ഞാൽ എന്തുവാ? ശരിക്കും പറഞ്ഞാൽ എയുടെ വാല്യൂ എന്തുവാ? 0. അപ്പൊ എ ബാറിൽ എഴുതണ്ടേ? എ ബാർ. ബിയുടെ വാല്യൂ എന്തുവാ? ബി ബാർ. സി ബാർ.
അപ്പൊ 0 0 1 എങ്ങനെ വരും? എ ബാർ ബി ബാർ സി. സി. അപ്പം 0 1 0 എങ്ങനെ വരും? എ ബാർ ബി സി ബാർ. 0 1 1 എങ്ങനെ വരും? എ ബാർ ബി സി. 1 0 0 എ ബി ബാർ സി ബാർ. 1 0 1 എ ബാർ എ ബി ബാർ സി. 1 1 0 എ ബാർ ബി ബാർ സി. 1 1 0 എന്തുവാ? അയ്യോ, എ ബി സി ബാർ. ശ്രദ്ധിക്കണം. എ ബി സി മറ്റേ 1 1 1 എ ബി സി. മനസ്സിലായി എങ്ങനെ എഴുതിയത് ഇപ്പം? അപ്പൊ നമുക്ക് നേരത്തെ ഉള്ള പല എക്സ്പ്രഷനകത്ത് നമുക്ക് ഏതൊക്കെ ടൈമിലായിരുന്നു ഔട്ട്പുട്ട് 1 വന്നേ? 2ന്റെ കേസിൽ ഔട്ട്പുട്ട് 1 ആയിരുന്നു, 3യുടെ കേസിൽ ഔട്ട്പുട്ട് 1 ആയിരുന്നു, 5ന്റെ കേസിൽ ഔട്ട്പുട്ട് 1 ആയിരുന്നു, 7ന്റെ കേസിൽ ഔട്ട്പുട്ട് 1 ആയിരുന്നു. വിച്ച് മീൻസ് നമ്മുടെ മിൻ ടേംസ് ഏതൊക്കെയാ? 2ന്റെ കേസിൽ ഉണ്ടായിരുന്നതുകൊണ്ട് M2, 3യുടെ കേസിൽ ഉണ്ടായിരുന്നതുകൊണ്ട് M3, 5ന്റെ കേസിൽ ഉണ്ടായിരുന്നതുകൊണ്ട് M5, 7ന്റെ കേസിൽ ഉണ്ടായിരുന്നതുകൊണ്ട് M7. ഇത്രയായിരുന്നല്ലോ നമ്മുടെ ടേംസ് ആയിരുന്നേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ ഏതൊക്കെ എഴുതണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വേരിയബിള്, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിള്, 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിള്, 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ. അപ്പൊ എന്തൊക്കെ വരും? എങ്ങനെ വരും? y is equal to 2ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എ ബാർ ബി സി ബാർ പ്ലസ് 3യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എ ബാർ ബി സി പ്ലസ് 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എ ബി ബാർ സി പ്ലസ് 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ബി സി. മനസ്സിലായോടാ? ഇപ്പൊ മനസ്സിലായി എങ്ങനെ എഴുതുന്നത്? മനസ്സിലായി. ഇങ്ങനെ വേണം നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ശരി. ഇനി നിങ്ങള് ഗേറ്റുകള്, ബേസിക് ആയിട്ടുള്ള കുറഞ്ഞ ഗേറ്റുകള് നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചതാ, ഓർമ്മയുണ്ടോ? ആൻഡ്, ഓർ, അതിന്റെ പടം, ഗേറ്റ് എന്തോ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. എന്നാൽ അതിന്റെ ഇമേജസ് അല്ലെങ്കിൽ അതിന്റെ ഡയഗ്രാം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം. ആൻഡ്, ഓർ, നോട്ട്, നോർ ഗേറ്റ്, നാൻ ഗേറ്റ് എന്നുള്ള സാധനങ്ങളൊക്കെ അതിന്റെ പടങ്ങളൊക്കെ ബേസിക്കലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കിപ്പോ ഇംപ്ലിമെന്റേഷൻ വേണമെങ്കിൽ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഇപ്പോ ആൻഡ് ഗേറ്റ് അതിന് അറിയാവുന്നതാണ്, ഞാൻ അങ്ങ് വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ആൻഡ് ഗേറ്റിന്റെ എക്സ്പ്രഷൻ. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഇൻപുട്ട്, റൈറ്റ് സൈഡിൽ നമ്മൾ ഔട്ട്പുട്ട് സാധാരണ പറയാതെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരെണ്ണം വരച്ചാൽ ഇതെന്തിന്റെ മീനിങ് എന്തുവാ? ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. എത്ര ഇൻപുട്ട് എത്ര ഔട്ട്പുട്ട് ഉണ്ട്? ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് എത്ര വരുള്ളൂ? എപ്പോഴും ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് ഒരെണ്ണേ വരുള്ളൂ. ഇൻപുട്ട് എത്ര വേണമെങ്കിലും എത്ര വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് തിയറിറ്റിക്കലി പറയുവാണെങ്കിൽ എത്ര വേണമെങ്കിലും ഇൻപുട്ട് വരാം. പ്രാക്ടിക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ഉണ്ട്, 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ഉണ്ട്, 4 ഇൻപുട്ട് ഉണ്ട്, 5 വരെയൊക്കെ ഉള്ളൂ. അത് മേലുള്ള നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ് ഇല്ല, യൂഷ്വലി യൂസ് ചെയ്യാറില്ല. എനിവേ നമ്മുടെ ഇത് ഇൻപുട്ടുകളും ഇത് ഔട്ട്പുട്ടും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നേ? ഈ 2 ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ, ആൻഡ് അല്ലേ, ഇതിപ്പോ എയും ഇതിപ്പോ ബിയും ആണ്, ഇതാണ് ഔട്ട്പുട്ട് എങ്കിൽ എയും ബിയും 1 ആണെങ്കിൽ മാത്രമേ y എന്തു ആവത്തുള്ളൂ? 1 ആവത്തുള്ളൂ. ഓർമ്മയുണ്ടോ അതൊക്കെ? എയും ബിയും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്താവത്തുള്ളൂ? 1 ആവത്തുള്ളൂ. അപ്പൊ ട്രൂത്ത് ടേബിൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് എഴുതുന്നത്? എയും ബി ഇൻപുട്ട് ആണെങ്കിൽ 2 ഇൻപുട്ടുകൾ, മാക്സിമം പോസിബിൾ കോമ്പിനേഷൻ എത്രയാ? 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാക്സിമം പോസിബിൾ കോമ്പിനേഷൻ 4 പോസിബിൾ കോമ്പിനേഷൻ ഏതൊക്കെയാ? 0 0 0 1 1 0 1 1. രണ്ടും 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? 2ഉം 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ഉള്ളൂ. അപ്പൊ രണ്ടും 0 ആണ്, ഔട്ട്പുട്ട് എന്തായിരിക്കും? 0. ഒരെണ്ണം മാത്രം 1 ആയിട്ടും കാര്യമില്ല, ഇത് മാത്രം 1 ആയിട്ടും കാര്യമില്ല. രണ്ടും 1 ആണെങ്കിൽ മാത്രമേ ആൻഡ് ഗേറ്റിൽ എന്താവത്തുള്ളൂ? ഔട്ട്പുട്ട് 1 ആവുള്ളൂ. ഓർമ്മയുണ്ടോ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്? ഉണ്ടോ? ഇതായിരുന്നു ആൻഡ് ഗേറ്റ്. പിന്നെ ഓർ ഗേറ്റ് എങ്ങനെയായിരുന്നു? ഇമേജ് ഓർമ്മയുണ്ടോ? ഇതാണ് ഓർ ഗേറ്റിന്റെ സിമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എയും ബിയും വൈയും ആണെങ്കിൽ ഇവിടെ എങ്ങനെ? എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണം 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെ ഇതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരും? 4 പോസിബിൾ കോമ്പിനേഷൻസ് 0 0 0 1 1 0 1 1. രണ്ടും 0 അല്ല. അപ്പൊ രണ്ടും 0 അല്ല. അപ്പൊ രണ്ടും 0 അല്ല. രണ്ടും 1 അല്ല. രണ്ടും 1 അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 തന്നെ.
ഏതെങ്കിലും ഒരെണ്ണം എല്ലാം വണ്ണായാലും one ഔട്ട്പുട്ട് വണ്ണ. ഏതെങ്കിലും ഒരെണ്ണം വണ്ണായ ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഇവിടെയും ഏതെങ്കിലും ഒരെണ്ണം വണ്ണാണ്, ഇവിടെയും ഏതെങ്കിലും ഒരെണ്ണം വണ്ണാണ്, ഇവിടെ രണ്ടും വണ്ണാണ്. അപ്പൊ ഈ 3 കേസിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? one. ഇതാണ് നമ്മുടെ ഓർ ഗേറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വേറൊരെണ്ണമാണ് നോട്ട്. എങ്ങനെ? നമ്മൾ അതിന് വേറൊരു പേരും വിളിക്കും, ഇൻവേർട്ടർ, അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്യുക. അതെന്തോ ചെയ്യുന്നേ? അതിന്റെ സിമ്പിൾ നമ്മളിങ്ങനെ വരയ്ക്കുന്നത്, ഒരു ബബിളും. ഇൻപുട്ടിൽ നമ്മൾ എ കൊടുത്താൽ ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ കിട്ടും? എന്താ കിട്ടും? ഇൻപുട്ടിൽ എ കൊടുത്താൽ ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ കിട്ടും? Same. നോട്ട് ഗേറ്റ് ഇൻവേർട്ട് ചെയ്യുന്ന സാധന. ഇൻപുട്ടിൽ എ കൊടുത്താൽ ഔട്ട്പുട്ടിൽ എ ബാർ കിട്ടും. മനസ്സിലായോ? അതിന്റെ നേരെ കോംപ്ലിമെന്റ് ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുന്നേ? ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നോ അതിന്റെ കോംപ്ലിമെന്റ് ആണ് ഇവിടെ കിട്ടുന്നത്, ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പൊ ഇൻപുട്ടിൽ എ കൊടുത്താൽ ഔട്ട്പുട്ടിൽ എ ബാർ, ഇൻപുട്ടിൽ എ ബാർ കൊടുത്താൽ ഔട്ട്പുട്ടിൽ എ. മനസ്സിലാവുന്നുണ്ടോ? അതായത് എ ഉണ്ട്, വൈ ഉണ്ട്. എ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1, എ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തുവാ? 0. മനസ്സിലായോ? മനസ്സിലായോ? കത്തിയ പിള്ളേരെ, ഹലോ, ഇനി ഇതുപോലെ തന്നെ നമുക്കുള്ള 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പൊ അതുകൂടെ ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ തൽക്കാലത്തേക്ക് അതെ ഇത്രയും വെച്ച് നമുക്ക് ഇംപ്ലിമെന്റേഷൻ ഒന്നും ചെയ്തിട്ട് നിർത്താം. കാരണം ഇനി 10 മിനിറ്റ് എനിക്ക് സമയമുള്ളൂ. ഇതുകൂടെ ചെയ്തിട്ട് ഇംപ്ലിമെന്റേഷൻ നോക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ഒരു ക്വസ്റ്റ്യൻ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. ഇത് തന്നെ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ തരുന്നു എ ബാർ ബി സി പ്ലസ് എ ബാർ ബി സി പ്ലസ് അല്ല പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി സി. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ താഴോട്ട് എടുത്ത് എഴുതി. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെ സർക്യൂട്ട് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ വേണം. എനിക്കുള്ള ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും. എനിക്കുള്ള ഇൻപുട്ടുകൾ എയും ബിയും സിയും. ഇതുണ്ടാക്കണമെങ്കിൽ എനിക്ക് എന്തൊക്കെ വേണം? എനിക്ക് എ ബാർ വേണം, ബി ബാർ വേണം, സി ബാർ വേണം. എയും ബിയും സിയും ഉണ്ട്. എനിക്ക് എ ബാർ വേണം, ബി ബാർ വേണം, സി ബാർ വേണം. ഇവിടെ ഏത് ഗേറ്റ് വേണം? എ ബാർ ബി സി ഉണ്ടാക്കാൻ എനിക്ക് ഏത് ഗേറ്റ് വേണം? ഏത് ഗേറ്റ് വേണം? ഇത് ഏത് ഗേറ്റാ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നേ? ആൻഡ് ഗേറ്റ്. ഈ ചെയ്തേക്കുന്ന ഏത് ഗേറ്റാ? പ്ലസ്. ഏത് ഗേറ്റാ? ഓർ ഗേറ്റ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഞാൻ ഈ ടേം ഉണ്ടാക്കണം, ഈ ടേം ഉണ്ടാക്കണം, ഈ ടേം ഉണ്ടാക്കണം, ഈ ടേം ഉണ്ടാക്കണം. എന്നിട്ട് അതിനെല്ലാം കൂടെ എന്ത് ചെയ്യണം? ഓർ ചെയ്യണം. ശരിയാണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എനിക്കുള്ള ഇൻപുട്ടുകൾ ഏതൊക്കെയാ? എ ബാർ, ബി ബാർ, സി ബാർ ഒക്കെയാ. ഇത് ശരിക്കും ഇംപ്ലിമെന്റ് രീതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കുള്ള ഇൻപുട്ടുകൾ എഴുതുക. എ ബി സി, ഈ 3 എണ്ണമാണ് നിങ്ങളുടെ ഇൻപുട്ടുകൾ. നമുക്ക് എ ബി സിയും വേണം, അതിന്റെ ഒക്കെ കോംപ്ലിമെന്റ് ആയിട്ടുള്ള എ ബാർ, ബി ബാർ, സി ബാറും വേണം. അത് ചെയ്യാൻ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നൊരു ലൈൻ വരയ്ക്കുക, ബിയിൽ നിന്നൊരു ലൈൻ വരയ്ക്കുക, സിയിൽ നിന്നൊരു ലൈൻ വരയ്ക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 എണ്ണം ലൈനും വരച്ചിട്ടേക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു ലൈൻ കൂടെ എടുക്കുക. ഇങ്ങനെ എയുടെയും ബിയുടെയും സിയുടെയും ഓരോ ലൈൻ കൂടെ എടുക്കുക. ആ ലൈനിലേക്ക് ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യുക. എയും ബിയും സിയും വരയ്ക്കുക. ഒരു സെപ്പറേറ്റ് ലൈൻ അതിൽ നിന്ന് എടുക്കുക. അതിനകത്ത് 3 എന്ത് കണക്ട് ചെയ്യുക? ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യുക. അവിടുന്ന് താഴോട്ടൊരു വല വരയ്ക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന നോട്ട് ഗേറ്റ് ഇല്ലാതെ ഈ ലൈൻ ഏതൊക്കെയാ? ഇതും 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 ഏതൊക്കെയാ? എയും ബിയും സിയും അല്ലയോ? ആണോ? നോട്ട് ഗേറ്റ് ഉള്ള 3 എണ്ണം ഏതൊക്കെയാ? പറഞ്ഞേ. നോട്ട് ഗേറ്റ് ഉള്ള 3 എണ്ണം ഏതൊക്കെയാ? എ ബാർ, ബി ബാർ, സി ബാർ. ശരിയാണോ? ശരിയാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം ഉണ്ടാക്കേണ്ട ടേം ഏതാ? എ ബാർ ബി സി. എ ബാർ ബി സി ഉണ്ടാക്കണേ എന്തൊക്കെ ചെയ്യണം? ഞാൻ എ ബാറിൽ നിന്നൊരു കണക്ഷൻ എടുക്കണം, ബിയിൽ നിന്നൊരു കണക്ഷൻ എടുക്കണം, സിയിൽ നിന്നൊരു കണക്ഷൻ എടുക്കണം. മനസ്സിലായോ? എനിക്ക് ഉണ്ടാക്കേണ്ട ടേം എ ബാർ ബി സി ബാർ. വേണ്ട, സി ബാർ വേണ്ട, ഞാൻ വരച്ചു പോയി, തിരുത്താൻ പാടാം.
എനിക്ക് ഉണ്ടാക്കേണ്ട ടേം എ ബാർ ബി സി ആണെങ്കിൽ ഞാൻ എവിടെ നിന്നൊക്കെ കണക്ഷൻ വലിക്കണം? എ ബാറിൽ നിന്നൊരെണ്ണം വലിക്കണം, ബിയിൽ നിന്നൊരെണ്ണം വരയ്ക്കണം, സിയിൽ നിന്നൊരെണ്ണം വരയ്ക്കണം. ഇതെല്ലാം കൂടെ ഞാൻ ഒരു ആൻഡ് ഗേറ്റിൽ കൊടുത്താൽ എന്റെ ഔട്ട്പുട്ട് എന്തുവാണ്? ഇത് എ ബാർ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. ഒരു ഔട്ട്പുട്ടിലോട്ട് കൊടുത്താൽ എനിക്ക് ഔട്ട്പുട്ട് വരുന്ന സാധനം എന്തുമായിരിക്കും? എ ബാർ ബി സി ആയിരിക്കത്തില്ലേ? ആണോ? 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 ശരിയാണോ? സംശയം പെട്ടെന്ന് ആണോ? മനസ്സിലായോ കൊടുത്ത എങ്ങനെയാന്ന്? മനസ്സിലായ പിള്ളേരെ? ഹലോ ഹലോ, പോയല്ലാരും? മനസ്സിലായി സാർ. ആ, എന്നിട്ട് ഇനി അടുത്ത ടേം എ ബാർ ബി സി ബാർ. എ ബാർ എന്നൊരു കണക്ഷൻ എടുക്കണം, ബിയിൽ നിന്നൊരു കണക്ഷൻ എടുക്കണം, സി ബാർ എന്നൊരു കണക്ഷൻ എടുക്കണം. അപ്പൊ എന്താ? ഇത് എ ബാർ, ഇത് ബി, ഇത് സി ബാർ. അപ്പൊ എന്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? എ ബാർ ബി സി ബാർ. അതുപോലെ തന്നെ എ ബി ബാർ സി ഉണ്ടാക്കണമെങ്കിലോ? എ ബി ബാർ സി ഉണ്ടാക്കണമെങ്കിലോ ഞാൻ എയിൽ നിന്നൊരു കണക്ഷൻ എടുക്കണം, ബി ബാറിൽ നിന്നൊരു കണക്ഷൻ എടുക്കണം, സിയിൽ നിന്നൊരു കണക്ഷൻ എടുക്കണം. അതായത് എ ബി ബാർ സി. അപ്പൊ എനിക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? എ ബി ബാർ സി കിട്ടും. ഇനി നാലാമത് ഒരു ടേം കൂടെ ഉണ്ട്. ഏതാ? എ ബി സി. അപ്പൊ എന്ത് വേണം? എയിൽ നിന്നൊരു കണക്ഷൻ, ബിയിൽ നിന്നൊരു കണക്ഷൻ, സിയിൽ നിന്നൊരു കണക്ഷൻ. അതിലാണ് ആൻഡ് കൊടുത്താൽ കിട്ടും എ ബി സി. എനിക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? എ ബി സി. എനിക്ക് വേണ്ട 4 ടേമും കിട്ടിയല്ലോ. ഇനി ഇതെല്ലാം കൂടെ ഞാൻ എന്തോ ചെയ്യണം? പ്ലസ് ചെയ്യുമല്ലേ? ഈ ടേമും ഈ ടേമും ഈ ടേമും ഈ ടേമും കൂടെ ഞാൻ എന്തോ ചെയ്യുക? പ്ലസ് ചെയ്യുവാണോ? പ്ലസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യണം? പ്ലസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യണം? ഓർ ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ഒരു ഓർ ഗേറ്റ് വരയ്ക്കണം. ആ ഓർ ഗേറ്റിന്റെ ഇൻപുട്ടിലെ ഏതൊക്കെ കൊടുക്കണം? ഈ ടേം, ഈ ടേം, ഈ ടേം, ഈ ടേം കൂടെ ഇതിന്റെ ഇൻപുട്ടിലേക്ക് ഓറായിട്ട് കൊടുത്താൽ എന്റെ ഔട്ട്പുട്ടിൽ വരുന്ന y എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഈ 4 ടേം കൂടെ ചേർന്നുള്ളതായിരിക്കത്തില്ലയോ? അതായത് ഈ ടേം എ ബാർ ബി സി പ്ലസ് എ ബാർ ബി സി ബാർ പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി സി. ശരിയാണോ? മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇനി ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. കുറച്ച് നമുക്കിനി എക്സാമ്പിൾസ് ഇതിന്റെ കൂടുതൽ നമുക്ക് പിന്നെ ചെയ്യാം. എന്നാലും പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചേക്കാം. നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്യുകയും പഠിക്കുകയും വേണം. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും കാര്യത്തില്? ഈ എഴുതിയതോ ഇംപ്ലിമെന്റേഷന്റെ കാര്യത്തിലോ എക്സ്പ്രഷൻ എഴുതിയ കാര്യത്തിലോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ ആരെങ്കിലും? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല സർ. ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഇത് മതി. ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ അടുത്ത ക്ലാസ് ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പം ശരി, ഓക്കെ, താങ്ക് യു.